ഹലോ ഫ്രണ്ട്സ്, സെക്കൻഡ് മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. കൂടെ റോഷൻ ബ്രോ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടനിലാണ്. റോഷൻ ബ്രോ നമസ്കാരം. ഹലോ, ഗുഡ് മോർണിംഗ്. റോഷൻ ബ്രോനെ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. പിന്നെ അതൊക്കെ അയർലൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് ലണ്ടനിലോട്ട് വന്നത്. ഇന്ന് അതായത് നമ്മുടെ UK പ്രസിദ്ധമായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള ആഴ്സണലിന്റെ വിജയത്തിൻ്റെ കപ്പ് കിട്ടൂലേ, ആ കപ്പും പൊക്കിക്കൊണ്ട് റോഡ് മുഴുവൻ പൊസഷൻ നടക്കുന്നുണ്ട്. ആ പൊസഷൻ കാണാൻ വേണ്ടി പോവാണ്. അതായത് എന്താണ് ഡീറ്റെയിൽസ്? ഈ 22 വർഷത്തിന് ശേഷം ഇന്ന് ആഴ്സണല് പ്രീമിയർ ലീഗ് കപ്പടിച്ച പരേഡാണ് ലണ്ടനിൽ കൂടെ കാണാൻ പോകുന്നത്. ഏകദേശം 5 ലക്ഷം ആൾക്കാരാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സിറ്റിയില്. അപ്പം ഇവിടെ UK മാത്രമല്ല, വേൾഡിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇന്ന് ഇവിടെ ആഴ്സണൽ സ്റ്റേഡിയത്തിന്റെ അവിടെ ഏരിയയിൽ തടിച്ചു കൂടുന്നുണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഇതിന്റെ ആഴ്സണലിന്റെ ജേഴ്സി ഇടുമ്പം ഞാൻ മാത്രം നമ്മുടെ കേരളത്തിന്റെ ടീഷർട്ട് ഇട്ട് ഞാൻ പോവാണ്. എല്ലാവരും കേട്ടോ, ഇവിടെ റോഡിൽ മുക്കിൽ മൂലയിൽ എവിടെ നോക്കിയാലും ഇന്നെല്ലാവരും ചുമന്ന ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ നോക്കട്ടെ, ആരെങ്കിലും ചുമന്ന ടീഷർട്ട് ഉണ്ടോ? അതോ അവിടെ ഒരു പെൺകുട്ടി അത് കയറി കേട്ടോ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോവാണ്. കാരണം വണ്ടിയും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. മെട്രോയിൽ തന്നെ തിരക്കായിരിക്കും. 5 ലക്ഷത്തിൻ്റെ പേരിൽ കുറേ മലയാളികൾ ഇതിനു വേണ്ടി വേറെ പല രാജ്യത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേട്ടോ. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ക്രൈസ് ആണല്ലോ, എസ്പെഷ്യലി ഈ മലബാറുകാർക്ക്, കേരളക്കാർ, നിങ്ങൾ മലയാളികൾക്ക് അറിയാമല്ലോ. എനിക്ക് അത്ര ക്രൈസ് ഇല്ല കേട്ടോ. ഫുട്ബോൾ എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള ഒരു വിനോദമാണ്. ബട്ട് അതിനപ്പുറം എനിക്കിങ്ങനെ ക്രൈസ്, പിന്നെ എനിക്ക് പണ്ടോട്ടെ മെസ്സി ഇഷ്ടമാണ്, അർജന്റീന എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ അർജന്റീന യാത്ര ചെയ്തപ്പോൾ എനിക്ക് ബ്രസീലിൻ്റെ അടുത്താണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്കിപ്പോൾ ബ്രസീലിൻ്റെ അടുത്താണ് ഇഷ്ടം. ആ ബ്രസീൽ ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം എനിക്ക് അർജന്റീനയെ കാട്ടി ഫുട്ബോളിൻ്റെ ടീം ഇപ്പോൾ ബ്രസീലായി മാറി. ഇപ്പോൾ ഒരാളുകൾ ടീഷർട്ടൊക്കെ ഇട്ട് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇനി കാണാനായിട്ട് സാധിക്കും. സ്മോൾ വൺ അപ് ടു യു. No, don't say it up to you. Up to me everything. Now you are doing. See, I said up to you. You said no. Then you are doing. You eat it after don't say I don't want this. No. No complaints. No complaints. You can do up to you. Up to you. Sauce chili garlic. Anything. Yeah. Chicken mini chips. ഞാനിവിടെ ഡോണർ ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കൊരു ഐഡിയ അല്ല കേട്ടോ, എന്ത് പറയണം, എന്തോ എൻ്റെ മൈൻഡ് കട്ടായി കിടക്കുന്നു കേട്ടോ. രാവിലെ എനിക്കറിയില്ല, എനിക്കൊന്ന് ഫുഡ് കഴിക്കാൻ ലേറ്റായി. ഇപ്പോൾ 12 മണിയായി കേട്ടോ. അതുകൊണ്ട് മൈൻഡ് കട്ടായി കിടക്കുവാണ്. നമ്മളിനി ഇത് ടേക്ക് അവേ എടുത്തുകൊണ്ട് കളി കാണാൻ വേണ്ടി പോവാം. നമ്മളിതാ മെട്രോയിലോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട്. ആഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് കേട്ടോ. എന്തോ വലിയ സംഭവമാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നാട്ടിലൊക്കെ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. നാട്ടിൽ അതിൻ്റെ പരേഡ് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളിനി മെട്രോയിലോട്ട് കയറാം. ഇവിടെ എന്തോ വലിയൊരു സംഭവം അരങ്ങേറുകയാണ്. ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് ആണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഒരു വൈബ് ഇപ്പം തന്നെ. ഫുള്ള് ഇവിടെ തന്നെ ആഴ്സണലിൻ്റെ കൊടികൾ ഊതാൻ വേണ്ടി, പൂവ്, ഫ്ലാഗ് എല്ലാം വേണ്ടി വിൽക്കുവാണ് കേട്ടോ ഇവിടെ ആളുകൾ. സോറി ഇവിടെയും തൊപ്പി സംഭവങ്ങള് ആഴ്സണലിൻ്റെ. നമ്മളൊരു ഫ്ലാഗ് വാങ്ങിച്ചു, 5 പൗണ്ട് കൊടുത്തു കേട്ടോ. 5 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 650 അടുപ്പിച്ച് വരും. ഇവിടെ കച്ചവടക്കാർ, സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോൾ ഫുള്ള് തിരക്കാണ്. ഇവര് വീൽ ചെയറിലൊക്കെ ആളെ കൊണ്ടുവരണം കേട്ടോ. എന്തിനാന്ന് വീൽ ചെയറിലൊക്കെ ആളെയും കൊണ്ടുവന്ന് വെക്കുന്നത്? ഭയങ്കര തിരക്കെന്ന്. എനിക്ക് അതിന്റെ മുകളിലോട്ട് കയറണമെന്നുണ്ട്. സൗണ്ടും പ്രശ്നവും. ഇവിടെ നമ്മുടെ സച്ചിന്റെ ടീഷർട്ടൊക്കെ ഇട്ട ആളുണ്ട് കേട്ടോ. അത് സച്ചിന്റെ ടീഷർട്ടാണ്.
റോഡിൽ ഇരിക്കുവാണ് കേട്ടോ. അവര് റിപ്പോർട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ ഇടയിൽ പറ്റുന്ന അത്ര നമ്മുടെ കേരളത്തിന്റെ ടീഷർട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക് കേട്ടോ. നമുക്ക് പോകാനൊന്നും പറ്റുന്നില്ല, ഫുള്ള് തിരക്ക് കേട്ടോ. ഓൾറെഡി നമ്മുടെ പരേഡൊക്കെ പോയേട്ടോ. പരേഡ് പോയതൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ചിമ്മന്മാരായുള്ള ഉപയോഗം കണ്ടില്ലേ? ചിമ്മന്മാരുടെ പുറകിൽ പെമ്പിളരാണ് കേട്ടോ ഇവിടെ ഫുള്ള്. താങ്ക് യു. ഇവിടെ അടിപൊളി കേട്ടോ, വേറൊരു വൈബ്. എനിക്കങ്ങനെ ഫുട്ബോളുമായിട്ട് വലിയൊരു ഇതൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ അതുപോലെയാണ് പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗെയിം കാണാനായിട്ട് ഞാൻ കൊച്ചിയിൽ പോയി. അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ബട്ട് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു റിതം ഇല്ലേ, ആ റിതത്തിൻ്റെ പേരിൽ ഫുള്ള് നമുക്ക് ഭയങ്കര ഇത് കയറും കേട്ടോ. $1-2 പൗണ്ടിന് വാങ്ങുന്ന കൊടി ഇവിടെ 5 പൗണ്ടിന് അവർ വയ്ക്കുന്നത്. നല്ല കച്ചവടമാണ് കേട്ടോ. ആരും പൈസയൊന്നും നോക്കൂല, ടാക്സും കൊടുക്കണ്ടല്ലോ. നല്ല പരിപാടിയാണ് സംഭവം. ഫോൺ സൂക്ഷിക്കണം കേട്ടോ, ഈ ഒരു സമയത്ത് ഫോൺ സൂക്ഷിക്കണം. ഫോൺ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ആഴ്സണൽ സ്റ്റേഡിയത്തിലോട്ട് പോവാണ്. സ്റ്റേഡിയത്തിൻ്റെ അടുത്തോട്ടുള്ള പുക ഫുള്ള് പുക കേട്ടോ. ഇത് ഒരുമാതിരത്തെ സ്മെല്ലാണ് ഇവർ ഇത് വിടുമ്പോൾ. ഇതാണ് കേട്ടോ ആഴ്സണലിൻ്റെ സ്റ്റേഡിയം, എമിറേറ്റ് സ്റ്റേഡിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ തിരക്ക് പടച്ചോനെ. ഇതിൻ്റെ ഇടയിൽ തോന്നിയ പോലെ മദ്യമൊക്കെ വാഴി ഒഴിക്കണം കേട്ടോ. ഫുള്ള് മദ്യവും ബിയറും വാഴി ഒഴിക്കുവാണ്. അവിടെ ഫുള്ള് ഓരോ മീഡിയയുടെ ചാനലിൻ്റെ ആൾക്കാരൊക്കെ ഓരോ റൂഫിൻ്റെ മുകളിലായിട്ടുണ്ട്. ബ്രോ ആഴ്സണലിന്റെ ഫാനാണോ? അതെ, ഞാൻ ഒറ്റ ഫാനാണ്. എൻ്റെ മോൻ്റെ പേരിട്ടത് ആർസനലാണ്. പുള്ളിയുടെ മോൻ്റെ പേര് ആഴ്സണലാണ് കേട്ടോ. നമ്മുടെ മലയാളി പയ്യന്മാരാണ് കേട്ടോ, മലയാളികളാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള്. എല്ലാം മലപ്പുറം പയ്യന്മാരാണ് കേട്ടോ. ഇവൻ വേറെ ടീമാണ്, ആഴ്സണലല്ലേ, വേറെ ടീമാണ്. ഇവിടെ പഠിക്കാണോ നിങ്ങളൊക്കെ? വർക്കിംഗ് ആണ് കേട്ടോ ഇവരെല്ലാവരും. ആ ഇത് കോഴിക്കോടുകാരൻ, ബാക്കി മലപ്പുറംകാര് ഇവരാണ് കേട്ടോ. മലയാളികൾ ഇതിൻ്റെ ഇടയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇതിനായിട്ട് വന്നതാണ്. Having a blast here. 20 years wait and we are fucking won the ഇവിടെ സൈക്കിളൊക്കെ വാരി റോഡിലിട്ട് അതിലൊക്കെ കയറിയിരിക്കുവാണ് കേട്ടോ. ഫുള്ള് ഇവിടെ അവസ്ഥ നോക്കിയേ. കുറച്ച് സമാധാനമായിട്ട് നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇതിൻ്റെ ഷോപ്പൊക്കെയാണ്. നമ്മളിനി മെട്രോ സ്റ്റേഷനിലോട്ട് പോവുക കേട്ടോ. ഇവിടെ നിന്ന് ഡീഹൈഡ്രേഷൻ വരുന്നു, വെള്ളം കുടിക്കണം. എല്ലാം തിരക്കായിരുന്നു കടന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയായി. ഇവിടെയൊക്കെ മീഡിയയുടെ സ്പേസ് ആയിരുന്നു കേട്ടോ ഈ കാണുന്നതെല്ലാം. പുള്ളി പ്രാന്തനാണ് കേട്ടോ, ഫുട്ബോളിൻ്റെ പ്രാന്തനാണ്. അതുകൊണ്ട് ഇവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ കുറേയൊക്കെ കണ്ടു. അത്യാവശ്യം കഴിഞ്ഞ് പോകും. അവിടെ പോയിക്കേ, അവിടെ തീ കത്തുന്നു. ഒരു ചവറ് കൂടാരം പോലെ കിടക്കുവാണ്. ഇവിടെ ഒടുക്കത്തെ അയ്യോ തിരക്കേട്ടാ, നിൽക്കാൻ പോലും പറ്റുന്നില്ല. മെട്രോ എല്ലാം ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ. സ്കൂട്ടറിൽ നമ്മൾ പോവുകയാണ്. ബ്രോ ഇത് കംപ്ലൈന്റ് അല്ലേ? ഇങ്ങോട്ട് പോവല്ലേ?
ഇങ്ങോട്ട് പോവല്ലേ നമുക്ക് ഫുള്ള് ബഹളം കേട്ടോ. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ വേറെ മലയാളികളെ കണ്ടു. തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂര്. കണ്ടതിൽ സന്തോഷം. നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ. ഇതിൽ രജിസ്റ്റർ ഒന്നും ചെയ്തില്ല, ആരോ കൊണ്ടുവന്ന് വെച്ചു. ഇത് വർക്കാവാത്ത ഒരു സാധനമാണ്. ഭാഗ്യത്തിന് അത് കിട്ടിയോണ്ട് ഇത്രയും നേരം നടക്കേണ്ടി വന്നില്ല കേട്ടോ. ഇതുമായിട്ട് സുഖമായിട്ട് പോകാം. റോഷൻ ബ്രോ വരുന്നില്ല, റോഷൻ ബ്രോ നടക്കുവാണ് കേട്ടോ. അടിപൊളി. ഈ സാധനം ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി ലാഭമാണ്. ഒരു പൗണ്ട് 130 രൂപ ഒരു അരമണിക്കൂറിന് ഉപയോഗിക്കാം കേട്ടോ. അരമണിക്കൂറുണ്ട് നമുക്ക് ഈ 3 പൗണ്ട് ടാപ്പ് ചെയ്ത് മെട്രോയില ഇതിന് കയറുന്നതിന് വരെ ഇതിൽ പോയാൽ മതി. ആക്ച്വലി ഇതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു ലെവല് പരിപാടി കേട്ടോ ഇത്, സംഭവം പറയാലോ. അടിപൊളി. ഈ കാണുന്ന കളി കഴിഞ്ഞ് പോകാനായിട്ട് മെട്രോയിൽ കയറാൻ വേണ്ടി, സബ്വേ കയറാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുടെ തിരക്കാ. ഓ, ഇന്ന് സബ്വേയിലൊന്നും കയറാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്ക് കേട്ടോ ഇവിടെ ഫുള്ള്. അന്ന വഴിയിൽ കണ്ടില്ലേ ATM ഒക്കെ അടിച്ച് പൊളിച്ച് പൈസ എടുക്കാൻ വേണ്ടി രാത്രി കള്ളന്മാർ കേട്ടോ. നോക്കിക്കേ, ഇവിടെ UK പറഞ്ഞാൽ കള്ളന്മാരുടെ ഒരു മേഖലയാണ് കേട്ടോ. ഒരു വർഷം മുന്നേയൊക്കെ ഭയങ്കര സീനായിരുന്നു. പിന്നെ ഇപ്പോൾ അവർ എമിഗ്രേഷനും കുറച്ച് ഇതൊക്കെ സ്ട്രിക്റ്റ് ആക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിടക്കുന്നു. നോക്കി ഫുട്ബോളിന്റെ പരിപാടി കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോകാനുള്ള പ്ലാനായിരുന്നു, ഒന്നും നടന്നില്ല. നമ്മളെവിടെയാ ബ്രോ പോകുന്നത്? നമ്മളിപ്പം ദൃശ്യം 3 കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും ദൃശ്യം 3 കണ്ടില്ല, നാട്ടിലുണ്ടായിരുന്നു. ദാണ്ട ഇവിടെ പെട്ടെന്ന് സമയമായി കേട്ടോ. ദൃശ്യം ഇപ്പം തുടങ്ങും. വാഷ്റൂമിൽ മൂവി തിയേറ്ററിൽ വാഷ്റൂം ഉണ്ട്, ബട്ട് കോഡ് അടിക്കണം. 0 0451 കയറ്, തുറ പ്ലീസ്. ദൃശ്യം 1950 12A ദൃശ്യം കാണണം കേട്ടോ, കാണാൻ വേണ്ടി പോകുന്നത്. കട്ട് പോർഷൻ മലയാളം. നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. തിയേറ്ററിൽ വന്നപ്പോൾ ഇവിടെ മനുഷ്യരാരുമില്ല കേട്ടോ. ആകെ 2 പേരും അവിടെ ഉണ്ട്, വേറെ ഒരു മനുഷ്യരുമില്ല. ഫുള്ള് ഫ്രീ. ദൃശ്യം കണ്ടിറങ്ങി. എനിക്ക് തോന്നുന്നു ദൃശ്യത്തിൻ്റെ അടുത്ത പാട്ടുണ്ടെന്ന്. ഇവിടെ 40 മിനിറ്റ് കേട്ടോ പരസ്യം. ഇവിടെ 7:40 എന്ന് പറഞ്ഞ് സിനിമയ്ക്ക് ഓടി വന്നിട്ട് സിനിമ ഇട്ടില്ല. പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ് സിനിമ തുടങ്ങുന്നത് 8:20 കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ സിനിമ? അടിപൊളി. പക്ഷെ ഒരു സ്ലോ മൂവി അല്ലേ? ഭയങ്കര പെട്ടെന്ന് തീർന്നു. എക്സൈറ്റ്മെന്റ് ഇല്ല, ആകെ എക്സൈറ്റ്മെന്റ്. മറ്റേ അവള് തുണി കർട്ടൻ വലിക്കാൻ വേണ്ടി വരുമ്പോൾ ബെഡ്ഷീറ്റ് എന്തോ പുറത്തിട്ടേക്കില്ല, അത് വലിക്കുമ്പോൾ 2 മാസ്ക് ഇട്ട ആളുകൾ ഇരിക്കുമ്പോൾ ഒന്ന് പേടിച്ചു പോകും. അതാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. അത് വന്നപ്പോൾ തേളടിച്ചു. ഇനി എൻ്റെ സ്കൂളിലെ കുറച്ച് ഫ്രണ്ട്സ് വരും, അവന്മാരോട് ഒന്ന് പോകാനാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാന്. ഞാൻ നേരെ രാത്രി വന്നത് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിലോട്ടാണ് കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജില്ല, ഇതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് തൊട്ടപ്പുറത്തായിട്ടുള്ള പാരലായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ബട്ട് നമ്മുടെ കൺസെപ്റ്റിലെ എല്ലാവരും വിചാരിക്കുന്ന ലണ്ടൻ ബ്രിഡ്ജ് ഈ കാണുന്നതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മോണുമെൻറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ കൂട്ടുകാരന്മാരെ കാണാൻ വേണ്ടി വന്നു. രാത്രി നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലൊക്കെ പോയിട്ട് വന്നു. കിടന്നു. സാജോ കളിയാ പോണേ? പോട്ടാ. സാജു എന്നോട് +2 പഠിച്ചതാണ് കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ രാവിലെ തന്നെ. ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരന്മാരെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇന്നലെ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റു. അവന്മാരും 4 വർഷമായിട്ട് എൻ്റെ കൂടെ +2 പഠിച്ച 2-3 പേന്മാരുണ്ട് കേട്ടോ. അതിലൊരുത്തൻ അവനെ സുഖം തന്നെ അളിയാ? എന്തുണ്ട് UK വിശേഷം? എന്ത് വിശേഷമാണ്? ഇങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുക. UK വാഴ വന്ന് UK ഡിമാൻഡൊക്കെ പോയല്ലോ. വാഴ വന്ന് UK കൈൻഡ് ഓഫ് അളിയാ. എന്ന് പറഞ്ഞാൽ UK സിമിലർ ഒന്നും അല്ല. അവർ പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും അല്ല. എന്നാലും നൈറ്റ് ലൈഫ് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അത് ഓരോ സ്ഥലം അനുസരിച്ച്. താമസിക്കണ ഈ കാണുന്ന കാണുന്ന ആ ബിൽഡിംഗ് ഇല്ലേ, ഈ കാണുന്ന ഫുള്ള് ബിൽഡിംഗ് ഒരു അഫ്ഗാനിയുടെയാണ് കേട്ടോ. ഇവർ ജനറേഷൻ ആയിട്ടുള്ളതാണ്. ഈ കാണുന്ന സ്ട്രീറ്റിൽ ഫുള്ള് അഫ്ഗാനികൾ, ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ. പണ്ട് മുതലേ കുടിയേറിയെന്നല്ല, ബ്രിട്ടൻ കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണ്. അവർ കൊണ്ടുവന്ന ആൾക്കാർ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് അവർക്കിപ്പോൾ വല്ലതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്രോപ്പർട്ടി ആയാലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള നല്ല ഇതുണ്ട് കേട്ടോ. ഈ 2nd ജനറേഷൻ 3rd ജനറേഷൻ ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശും പാകിസ്ഥാനികൾക്കൊക്കെ. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്, ഞാൻ ചെയ്യുന്ന സ്ഥലത്തോട്ട്. സാഞ്ചോ അളിയാ, ഇതാണ് അനു കേട്ടോ. നമ്മൾ 4 പേര് കമ്പ്യൂട്ടർ സയൻസ് ബാച്ചായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. ഇതിൽ പിന്നെ വേറൊരു പയ്യനുണ്ടായിരുന്നു, അവൻ വന്നിട്ട് പോയി കേട്ടോ. അവൻ വിസ തീർന്നുണ്ടോ അളിയാ പോയത്? വിസ തീർന്നുണ്ടോ? വിസ കിട്ടിയില്ലേ അവന്? അവൻ വിസ നോക്കില്ല, അവന് നാട്ടിൽ സെറ്റിൽ ആവാനുള്ള പ്ലാനായിരുന്നു. നാട്ടിൽ സെറ്റ് ആവാനുള്ള പ്ലാന്. പല ആൾക്കാർ ഇവിടെ വന്നിട്ട് വിസ പിന്നീട് ജോലി കിട്ടാതെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതിന്റെ കാര്യം എന്താണ് അളിയാ? കഷ്ടപ്പെടുന്നുണ്ടോ സത്യത്തില്? കഷ്ടപ്പെടുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മളെ കണക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കഷ്ടപ്പെടുകയാണ്. കാരണം
ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. നമ്മളെ പോലുള്ളവർക്ക് വന്നിട്ട് ഫുൾ ടൈം ചെയ്യേണ്ടി വരും, ജോലി ജോലി ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇൻ ഹാൻഡ് ആയാലും ഓപ്പണായിട്ട് പറയാം ഇൻ ഹാൻഡ് ആയാലും ചെയ്യേണ്ടി വരും. കാരണം അല്ലാതെ സർവൈവൽ നല്ല ബുദ്ധിമുട്ടാണ്. ലണ്ടനകത്തായാലും ഇപ്പൊ വന്ന് ബുദ്ധിമുട്ടാണ്, കാരണം റെന്റ്സ് കാര്യങ്ങളെല്ലാം. ഇവിടെ ആരെങ്കിലും പഠിക്കാൻ പറഞ്ഞാൽ നീ എന്ത് തരമാണ് സജസ്റ്റ് ചെയ്യുന്നത്? എന്താണ് ഭാവിയുള്ളത് കുട്ടികൾക്ക്? അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ ഡിഗ്രി മാക്സിമം നാട്ടിൽ ചെയ്യണം. കാരണം ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞ കണക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ വന്ന് ഡിഗ്രി 3 വർഷം ചെയ്യുന്ന ആ ടൈമിൽ പാർട്ട് ടൈമിലാണ് ഫീസ് അടയ്ക്കാൻ നോക്കുന്നെങ്കിൽ ലണ്ടനകത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫീസ് കവർ ആവത്തില്ല. അപ്പോൾ മാക്സിമം ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റേഴ്സ് എടുക്കുക. പക്ഷെ ഈ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും സ്കിൽഡ് വർക്കും കൂടെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സ്കിൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ പോളിടെക്നിക്, IT, ഇലക്ട്രീഷ്യൻ വർക്ക്സ്, പ്ലംബിങ് അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഇവിടെ നല്ല സ്കോപ്പാണ് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വർക്ക്സ് കിട്ടാനും ചാൻസ് ആണ്, അതിന് വിസ കിട്ടാനും നല്ല ചാൻസ് ആണ്. പക്ഷെ നമ്മളെ കണക്കിപ്പോ നമ്മൾ ഡിഗ്രി തന്നെ ഇപ്പോൾ നമ്മൾ BBAയോ അല്ലെങ്കിൽ എന്തെങ്കിലും BSc കെമിസ്ട്രിയോ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷനും പിന്നെ ഈ ത്രഷോൾഡ് സാലറി കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് വിസ കിട്ടത്തില്ല അല്ലേ. പക്ഷെ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് സ്കിൽഡ് വർക്കേഴ്സ് പഠിച്ച ആള് ഇവിടെ വന്ന് എന്തെങ്കിലും ഏറ്റവും ചെറിയ ചീപ്പസ്റ്റ് കോഴ്സ് ചീപ്പസ്റ്റ് കോഴ്സിൽ വരണം. മാക്സിമം സ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പൊ നമ്മൾ ഞാൻ ഇപ്പൊ വന്നിട്ട് ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ് എടുത്തു. ഞാൻ അറൗണ്ട് ഒരു 16,000 പേ ചെയ്തു. 20 ലക്ഷം രൂപ ഫീസ് മാത്രം പേ ചെയ്തു. ഞാൻ വരുന്നത് 2022-ലാണ്. ഇപ്പൊ 26 ആയി. അറൗണ്ട് 22,000 pounds ഇപ്പൊ ഉണ്ട് ഫീസിന് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി. അതെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റേക്ക് വെച്ച് നല്ലൊരു എമൗണ്ട് ആണ്. നാട്ടിൽ നിന്ന് 130 രൂപ എന്ന് പറയുമ്പോൾ 24-25 ലക്ഷം രൂപ ആകും. അപ്പൊ എന്നെ സംബന്ധിച്ച് വരുന്നവരൊരു നോർമൽ കോഴ്സ് എടുത്ത് വരിക. മാക്സിമം ഒരു 15 to 18. അതിന് കൂടുതലാണെങ്കിൽ നോക്കരുത്. കാരണം നമുക്ക് പിന്നെ സർവൈവൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ പൈസ എടുത്ത് വരുന്ന ആൾക്കാർക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റുമല്ലോ. എന്തായാലും തിരിച്ചടയ്ക്കാൻ പറ്റും. അവര് വരുന്ന സ്ഥലവും കണക്കിരിക്കും. ഇപ്പൊ ലണ്ടനിൽ വന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? UK-ൽ വന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? UK-ൽ വന്ന് എന്ന് പറഞ്ഞാൽ ഒരു 50-50 ചാൻസാണ്. എന്ന് പറഞ്ഞാൽ UK-ൽ വന്നതിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് പഠിച്ചു, കുറെ കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന ടൈമില് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. ആ ടൈമിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ അതിൽ ഭൂരിഭാഗം ആളുകളും തിരിച്ച് നാട്ടിൽ പോയി. അപ്പോൾ ഞാൻ വന്ന കാറ്റഗറി, ഞാൻ വന്ന ആ ഒരു ടൈം ലൂപ്പ് നോക്കുമ്പോൾ ഒരുപാട് പേര് നാട്ടിൽ പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ടൈം ലൂപ്പിൽ ഞാൻ വന്ന ടൈമിൽ ഇപ്പൊ ഒരു കുറച്ച് ഫ്രണ്ട്സും ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും വിസ ഇഷ്യൂസും കാര്യങ്ങളായിട്ട് നാട്ടിലേക്ക് വിട്ടു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മള് ചില ആളുകൾ എന്ന് പറയുമ്പോൾ 10-30-35 ലക്ഷത്തിന്റെ പൈസയൊക്കെയാണ് കേട്ടോ ലോൺ എടുത്തിട്ട് ഈ കോളേജിൽ പഠിക്കാൻ വേണ്ടി വരുന്നത്. അവര് വന്നിട്ട് ഈ 35 ലക്ഷം രൂപ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് അടയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം ചില കോളേജുകളിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റൂല എന്നുണ്ടല്ലേ. ചില കോളേജിൽ പാർട്ട് ടൈം അല്ല. നമുക്കിപ്പോ ഈ കുട്ടികൾക്ക് ഫസ്റ്റ് ഒരു 80% ഫീസ് അടച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 50% ഫീസ് അടച്ചാൽ മതി എന്ന് പല ഏജൻസീസും പറയും. എന്നിട്ട് പറയും വന്നിട്ട് ജോലി ചെയ്തിട്ട് ബാക്കി ഫീസ് അടച്ചാൽ മതി എന്ന് പറയും. പക്ഷെ അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ കിട്ടി നേരെ ഇങ്ങ് വന്ന് ഒരു 2-3 മന്ത്സിനകത്ത് തന്നെ അവരടുത്ത് ഫീസ് ബാലൻസ് അടയ്ക്കാൻ പറയും. ഇല്ലെങ്കിൽ എക്സാം നമ്മുടെ പോർട്ടൽ ഓപ്പൺ ആവത്തില്ല. നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഒരു പോർട്ടൽ ഉണ്ട്. ഈ പോർട്ടൽ അവർ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പൊ ഈ ഫീസ് നമ്മൾ വീണ്ടും നാട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടി വരും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വരുന്ന ഏതൊരു ഇവിടെ വന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മള് പകുതി പൈസ മാത്രം അടച്ചിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്ത് അപ്പം തന്നെ അടയ്ക്കാനൊന്നും പറ്റൂല കേട്ടോ. ഫുള്ള് അടച്ചിട്ട് വന്നവര് ഫുള്ള് അടച്ചിട്ട് വരണം. പിന്നെ ഈ 30-35 ലക്ഷത്തിന്റെ സംഭവം നമുക്ക് പാടായിരിക്കും. നമ്മളെ പോലുള്ള സാധാരണക്കാരാണെങ്കിൽ ഒരു 15 ലക്ഷത്തിന്റെ കോഴ്സോ അല്ലെങ്കിൽ മാക്സിമം 20 ലക്ഷത്തിന്റെ അകത്ത് വല്ല കോഴ്സ് എടുത്താൽ അത് വന്ന് നമുക്ക് ജോലി ചെയ്ത് തിരിച്ചടയ്ക്കാൻ പറ്റും. പിന്നെ സ്റ്റേ ബാക്ക് ഇപ്പൊ 18 മാസമേ ഉള്ളൂ. 18 മാസമേ ഉള്ളൂ. മുമ്പ് 2 വർഷം ഉണ്ടായിരുന്നു. 18 മാസത്തിന്റെ ഇതിൽ നിന്ന് അതെന്തായാലും തിരിച്ചടയ്ക്കാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒരു എക്സ്പോഷർ കിട്ടി, ഒരു എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാം. അല്ലാത്തവരാണെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും കേട്ടോ. പിന്നെ പല ആൾക്കാരും കുറെ പേര് തിരിച്ചു പോകുന്നുണ്ട്, കുറെ പേര് പിടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ പിടിച്ചിരിക്കുന്ന വേറെ 2 പേരാണ് കേട്ടോ. അതാ ഇവിടെ ഇരിക്കണ അല്ലെ. നിന്റെ എക്സ്പീരിയൻസ് നീ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? സംഭവിച്ച ഇവിടെ പൈസ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. പക്ഷേ കഴിഞ്ഞാൽ അതിൻ്റെതായ സ്ട്രഗിൾസും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോ നമ്മൾ എവിടെ എത്തുന്നു, ഏത് ജോലിയിൽ ആദ്യം കയറുന്നു, അങ്ങനെയാണ് കാര്യം. പിന്നെ കുറെയൊക്കെ നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ കയറി അവർക്ക് തന്നെ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, പക്ഷെ വിസ കിട്ടി കഴിഞ്ഞാൽ ഈ രാജ്യം അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം.
ലാവിഷായിട്ട് താമസിക്കാം. പക്ഷെ ഇല്ലാത്തുള്ള കാരണം പ്രശ്നമാണ്. ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്കാരാണ് ഇവിടെ ഫൈനാൻഷ്യലി പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ സുഖമാണ്. അതിന് രണ്ട് സൈഡ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ UK വർക്ക് ചെയ്യാന്നുള്ള അങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊക്കെ. നീ അതൊക്കെ എന്തിനു പറയാനുള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നമ്മൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ എപ്പോഴും ഹൈ സ്കോപ്പാണ്. അതുകൊണ്ട് നഴ്സിംഗ്, ഡോക്ടർ, ഫാർമസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഇവിടെ ഹൈ സ്കോപ്പാണ്. ഇവിടെ വിസ കിട്ടാൻ ചാൻസ് നല്ല കൂടുതലാണ്. നല്ല മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ പക്കയാണ്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു. എത്ര കാലം മാറിയാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. മെഡിക്കൽ ഫീൽഡ് ഇവിടെ വരുന്നവര് എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാത്ത അത് പറ ഈസി ആയിട്ട്. ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസും എടുക്കുന്നത് ബിസിനസ് മാനേജ്മെന്റ്. നമ്മളെല്ലാം ബിസിനസ് മാനേജ്മെന്റ് എടുത്ത. ഞാൻ ഫൈനാൻസ് ആണ് എടുത്തത്. ഫൈനാൻസ്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് എപ്പോഴും ഹെൽത്ത് സെക്ടറാണ്. ഹെൽത്ത് സെക്ടറിന് എവിടെ ചെന്നാലും സ്കോപ്പാണ്. അത് ഇവിടെ ലണ്ടനിലായാലും UK ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ബിസിനസ്സിനാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡിപ്ലോമ കോഴ്സസ് ആണ്. അത് നമ്മളിപ്പോൾ ഒരു നോർമൽ കോഴ്സ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കിൽഡ് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അത് എടുക്കുന്നതായിരിക്കും. ഇല്ല ഒരു 2 പേര് വരാനാണെങ്കിൽ ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്, ഡിപെൻഡന്റ് വിസ ഇപ്പോഴും സ്റ്റുഡൻസിന് അലൗഡ് ആണ്. റിസർച്ച് കോഴ്സിന് സെയിം എമൗണ്ട് ആണ് വരുന്നത്. പക്ഷേ ഒരു കപ്പിൾസോ മാരീഡ് ആയിട്ട് വരുന്ന ഫാമിലിക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ റിസർച്ച് കോഴ്സ് എടുക്കുന്നതായിരിക്കും. കാരണം അവർക്ക് ഡിപെൻഡന്റിനെ കൊണ്ടുവരാം. ഡിപെൻഡന്റ് ഈവൻ സ്കിൽഡ് എന്തെങ്കിലും എക്സ്പീരിയൻസ് നാട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് ഇവിടെ കരിയർ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെക്കാട്ടും ഏറ്റവും കൂടുതൽ എളുപ്പം ഈ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. കാരണം അവർക്ക് ഇവിടെ വന്നാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണ്ട. വൺ ഓഫ് ദം ദേ ക്യാൻ ഗോ ഫോർ 40 hours വർക്ക്. സോ അവർക്ക് ജീവിക്കാൻ ഭയങ്കര കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമ്മളെ കണക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ഒറ്റയ്ക്കാണ്. അതായത് ഒരു കപ്പിളിൽ ഒരാൾ വന്നിട്ട് പിന്നെ ഡിപെൻഡന്റ് വിസയിൽ വന്നാൽ ഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്ക് ഇവിടെ വർക്ക് ചെയ്യാലോ. അത് 40 മണിക്കൂർ വർക്ക് ചെയ്യാൻ ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഫുൾ ടൈം വർക്ക് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല കാശ് കിട്ടും. പക്ഷെ ഇപ്പൊ കാശ് കിട്ടും. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് വിസ ഇല്ല, ഡിപെൻഡന്റ് വിസ നിർത്തി എന്നാണ്. അത് ചുമ്മാതെയാണ്. റിസർച്ച് കോഴ്സ് എടുത്ത് വരുന്നവർക്ക് ഇപ്പോഴും ഡിപെൻഡന്റ് വിസ അലൗഡ് ആണ്. അതിനെപ്പറ്റി ഞാൻ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞതായിരുന്നു. എൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കൊളീഗ്സിൻ്റെ ഹസ്ബൻഡായാലും വൈഫായാലും വന്നിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി. അവരെല്ലാം റിസർച്ച് കോഴ്സ് എടുത്താണ് വന്നിരിക്കുന്നത്. ബട്ട് അവർക്ക് ഇപ്പം നമ്മളെ കണക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കേണ്ടത് നമ്മുടെ BBA, MBA, ബിസിനസ് മാനേജ്മെന്റ് ഇങ്ങനത്തെ കോഴ്സസ് എല്ലാം മാക്സിമം ഒഴിവാക്കുക. എസ്പെഷ്യലി MBA എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കോപ്പും ഇല്ല. MBA ആൾക്കാർ ചുമ്മാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നാട്ടിലെ ഏജൻസീസ് ചവിട്ടി ഇങ്ങനെ ആക്കണേണ്. MBA ഫൈനാൻസിന് കുഴപ്പമില്ല ബ്രോ. നമ്മൾ ഏത് ഇന്റേൺഷിപ്പ് എടുക്കും അതൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ബിസിനസ് മാനേജ്മെന്റും MBA ഇവിടെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ എടുത്ത് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. MBA എടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. MBA ആണ് ഇവിടെ എല്ലാവരും എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ വന്ന് ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ആ കോഴ്സ് ഫിനിഷ് ചെയ്ത് നമുക്ക് ജോബ് കിട്ടുമെന്ന് ഒരിക്കലും ഇല്ല. നമ്മൾ മാക്സിമം ഇവിടെ വന്ന് ഒരു ജോബ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ മാക്സിമം 20 hours വർക്കിന് പോവാം. ബാക്കി ടൈമിൽ നമുക്ക് എക്സ്ട്രാ കോഴ്സസ് എടുക്കാം. എനിക്ക് തോന്നുന്നു അനു ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എക്സ്ട്രാ ഒരു കോഴ്സ് അവൻ പഠിക്കുകയാണ്. കാരണം എക്സ്ട്രാ നമുക്ക് എന്ത് നമ്മുടെ CV-യിൽ ആഡ് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ചിരിക്കും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. അല്ലാതെ കാരണം നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഫ്രഷേഴ്സാണ്. അവർക്ക് ഒരിക്കലും ഫ്രഷേഴ്സിനെ വേണ്ട. അവർക്ക് മാക്സിമം എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെ മതി. അപ്പോൾ ഈ MBA കോഴ്സ് എടുത്ത് വരുന്നവർ മാക്സിമം നോക്കുന്ന കമ്പനീസും എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെ നോക്കത്തുള്ളൂ. കാരണം അവർക്ക് ലെസ് സ്ട്രെസ് ആണ്. ഉറപ്പായിട്ടും. പക്ഷെ അത് പഠിക്കാനുള്ള സമയവും അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ MBA കോഴ്സോ MSc കോഴ്സോ whatever it is എടുത്തിട്ട് ഒരു കാര്യമില്ല. രാവിലെ ഞാൻ കൂട്ടുകാരന്മാരോടെ പിന്നെ വീട്ടിൽ നമ്മുടെ റോഷൻ ബ്രോയുടെ അടുത്ത് കൊണ്ടാക്കി തന്നു. റോഷൻ ബ്രോൻ്റെ കൂടെ ഇനി പുറത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് ഞാൻ. അപ്പോൾ വേറെ ഇന്നത്തെ പരിപാടി അങ്ങനെ അധികമൊന്നുമില്ല കേട്ടോ. നമ്മൾ അഡ്സണിൻ്റെ കളി അത് ഇത് പിന്നെ ഞാൻ ഈ സ്റ്റഡീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ. റോഷൻ ബ്രോ സ്റ്റഡി അബ്രോഡില്ലേ? അതെ, ഞാൻ സ്റ്റഡി അബ്രോഡ് ഇവിടുന്ന് ചെയ്യുന്നത്. റോഷൻ ബ്രോയുടെ സ്റ്റഡി അബ്രോഡ് ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കാര്യമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. ബാക്കി നമുക്കപ്പോൾ സ്റ്റഡി അബ്രോഡിനെ കുറിച്ചും ബാക്കി ഇവിടുത്തെ ലണ്ടൻ്റെ ഒരു സാഹചര്യവും ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ.